ഹലോ. സൺഡേയുടെ എന്താ പരിപാടി? നമ്മളിവിടെ നെയ്പ്പത്തിരിയും അതേപോലെ തന്നെ ആ ചിക്കനും വെച്ചായിരുന്നേ. ആ നെയ്പ്പത്തിരിക്ക് എന്താ സാധനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു പുട്ടുപൊടി വേണം, അതേപോലെ തന്നെ കുറച്ച് നെയ്യും വേണം എന്ന് പറഞ്ഞു കേട്ടോ. തൊട്ടടുത്തുള്ള കടയിലേക്ക് കൊടയെടുത്തു, നേരെ വിട്ടുവിടും. നല്ല മഴയായിരുന്നു ഇവിടെ. അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചു, നെയ്യും പുട്ടുപൊടിയും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോരാണ് കേട്ടോ. അപ്പൊ 2 രൂപ ബാക്കി ഉണ്ടായിരുന്നു. 2 രൂപയ്ക്ക് കരിച്ചാപ്പറച്ചും കിട്ടി. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തി. നമ്മൾ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ അധികാരം കൈമാറിട്ടോ. അങ്ങനെ പണി ആരംഭിച്ചു. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? പുട്ടുപൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് വേണ്ട പുട്ടുപൊടി എത്രയാണോ അത് നമുക്ക് പാക്കറ്റിലേക്ക് എടുക്കാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ചെറിയൊരു പാത്രത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിന്റെ കണക്കിൽ നമ്മൾ എന്ത് ചെയ്തു? പുട്ടുപൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് ഇതിലേക്ക് ഉപ്പ് ഇടുന്ന ടൈം കേട്ടോ. ഇതിന് ശേഷം വേണമെങ്കിലും ഇടാം, പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ഇട്ട് വെച്ചാൽ എല്ലായിടത്തും ഉപ്പ് പിടിക്കുന്ന സമയം ഇതാണ്. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം കേട്ടോ, തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ കണ്ടത് അങ്ങനെയാണ്. തിളച്ച വെള്ളം എന്ത് ചെയ്യുക? ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഒരു മയം വരുന്ന രീതിയിൽ വരെ എന്ത് ചെയ്യുക? മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമായിരിക്കും, കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം തിളച്ച വെള്ളമാണ് ഇവർ പറയുന്നത്. അതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് റിസൾട്ട് ഒന്നുകൂടി മെച്ചമായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, കൈയൊന്നും പൊള്ളിക്കാതിരിക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. പുട്ടുപൊടി കണക്കിന് തന്നെ നല്ല രീതിയിൽ മയം വരുന്ന രീതിയിൽ വെള്ളവും ഈ പൊടിയും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് മാറ്റി വെക്കട്ടോ. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുതിരട്ടെ, പൊടി നല്ല രീതിയിൽ വെള്ളം കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു മുറി തേങ്ങ എന്ത് ചെയ്യണം? ചിരകി എടുക്കണം കേട്ടോ. ആ ചിരകി എടുത്ത തേങ്ങ നമ്മൾ ജാറിലേക്ക് മാറ്റുകയാണ്. ആ ജാറിലേക്ക് ഇനി നമ്മൾ ചെറിയ ജീരകം, അതേപോലെ തന്നെ വലിയ ജീരകം, 2 ജീരകം ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 6 അല്ലി ചെറിയ ഉള്ളി കേട്ടോ. ചെറിയ ഉള്ളിയും 6 അല്ലി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. അപ്പൊ മിക്സിയിൽ ഒന്ന് ചെറിയ രീതിയിൽ കേട്ടോ, ചെറിയ രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം. വലിയ പേസ്റ്റോ അല്ലെങ്കിൽ വെള്ളം ചേർക്കാനോ പാടില്ല. ഒരു ചെറിയ രീതിയിലുള്ള അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊടിയിലേക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ അടിച്ചു വെച്ചിട്ടുള്ള ജീരകത്തിന്റെയും ഉള്ളിയുടെയൊക്കെ പേസ്റ്റ് എന്ത് ചെയ്യാം? ഈ പൊടിയിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആഡ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നല്ലപോലെ മിക്സ് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്യാം, നല്ലപോലെ മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്പൂണ് നെയ്യ് കൂടെ ഇതിലേക്ക് എന്ത് ചെയ്യുക? ഇടാം കേട്ടോ. നെയ്യ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നെയ്യ് നമ്മൾ അതിനോട് വാങ്ങിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ചെറിയൊരു ചെറിയ സ്പൂൺ അല്ല, ഒരു സ്പൂണ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നെയ്യ് നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് ഇടാം. അതിനുശേഷം സ്പൂണൊക്കെ മാറ്റി വെച്ച് മാക്സിമം കൈ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇത് മിക്സ് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ കുഴച്ചെടുക്കുക കേട്ടോ. പൊറാട്ടയ്ക്ക് മാവ് കുഴക്കുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞാൽ നല്ല മയം വരും കേട്ടോ. അങ്ങനെ പണിയെടുത്ത് കുഴച്ചോ, നല്ല ടേസ്റ്റ് കൂടിക്കോളും. അങ്ങനെ ആ കുഴക്കല് തുടരട്ടെ, നല്ല മയം കിട്ടട്ടെ കേട്ടോ. അപ്പൊ നമുക്കിത് ഉണ്ടയാക്കി എടുക്കണം. അപ്പോൾ ആ ഉണ്ടയാക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ പരത്താൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഈ മാവ് നമുക്കൊന്ന് മയപ്പെട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പൊറാട്ടയ്ക്കൊക്കെ ഇടിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് എന്ത് ചെയ്യുക? ഈ ഒരു മാവിനെ ഒന്ന് ശരിപ്പെടുത്താം കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ഉണ്ടയാക്കുകയാണ്. ഉണ്ടയാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തണം. നമ്മൾ ചെയ്തത് ചപ്പാത്തി പലക എടുത്തു, അതിന്റെ മേലെ നമ്മൾ ചോറ് പൊതിയുന്ന പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചു. എന്നിട്ട് അതിന്റെ മേലെ ഈ ഒരു ഉണ്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു. തൊട്ട് മേലെ ഒരു പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തു കേട്ടോ. ഓരോരുത്തരും ചെയ്യുന്ന രീതി ഓരോ രീതിയിലാണ്. ചില ആളുകൾ ചപ്പാത്തി ഇതിലുണ്ടല്ലോ പ്രസ്സിങ് മെഷീൻ അതിൽ വെക്കും. നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. അത് കാണിക്കാൻ പറ്റിയില്ല, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടയാക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ചുട്ടെടുക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു മയ വേണം പത്തിരി ഇത് മാവിന് ഉണ്ട ആക്കുന്ന സമയത്ത് ഈ ഒരു മയത്തിലുള്ള അതാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ പരത്തിയെടുത്ത ആദ്യത്തെ പത്തിരി പൊരിച്ചെടുക്കണം കേട്ടോ. ആദ്യത്തെ പത്തിരി അല്ല, മൂന്നാമത്തെ പത്തിരിയാണ് കേട്ടോ. ആദ്യത്തതൊക്കെ 8 നില പൊട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് വിജയിച്ചു തുടങ്ങിയ ആ പത്തിരി കേട്ടോ. സംഭവം സിമ്പിൾ പരിപാടിയാണ്. ഇതേപോലെ തന്നെ ഈ ഒരു മാവ് മിക്സ് ചെയ്യുന്ന സംഭവം നമുക്കൊന്ന് ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോവും. അതേപോലെ തന്നെ എണ്ണ അത്യാവശ്യം ഇത് മുങ്ങുന്ന രീതിയിൽ എണ്ണയും വേണം കേട്ടോ. വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടെ ഈ നെയ്പത്തിരി. നമ്മൾ യൂട്യൂബ് നോക്കി തന്നെ ഉണ്ടാക്കുന്നത്, വേറെ കാര്യം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നെയ്പത്തിരി ഇതേ പൊങ്ങി വരാൻ പോവാട്ടോ. അങ്ങനെ തിരിച്ചിട്ടപ്പോഴത്തേക്കും ഏകദേശം നല്ല രീതിയിൽ വന്നു കേട്ടോ. നല്ല ഭംഗിയിൽ കിട്ടി. അപ്പൊ എന്തോ അമ്മയ്ക്കും എനിക്കൊക്കെ മനസ്സിന് സന്തോഷം തോന്നി കേട്ടോ.
നല്ല കിടക്കാച്ചി നെയ്പ്പത്തിൽ നമുക്ക് കിട്ടി. ഇനി അങ്ങോട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഏകദേശം ഐഡിയകളൊക്കെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് നമ്മൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, രാത്രിയാണ്. അപ്പൊ ചോറ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ചോറ് വേസ്റ്റ് ആവും. അപ്പൊ അമ്മ മിക്കവാറും തലക്കിട്ട് കൊട്ടും. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, കുറച്ച് മതി എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, വളരെ 4 പേർക്ക് 2 വീതം എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് ആക്കിയിട്ടു. അങ്ങനെ അവസാനത്തെ ആ പത്തിരി കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, കേട്ടോ. അങ്ങനെ നമ്മുടെ ആ പരിപാടികൾ ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തി. അവസാനത്തെ പീസ് പരത്തി വെച്ച പത്തിരി കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോ സംഭവം സിമ്പിൾ ആണ്. അമ്മയും പറഞ്ഞു കേട്ടോ, ഇത് ചപ്പാത്തിയേക്കാളിലൊക്കെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. അങ്ങനെ അവസാനത്തെ പീസ് നമ്മൾ കോരിയെടുത്തു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ എന്ത് ചെയ്യാണ്, ചിക്കൻ അടിപൊളി ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നെയ്പ്പത്തൽ കൂടി ഉണ്ടാക്കിയത്. നല്ല ക്യാപ്സിക്കനൊക്കെ ഇട്ട നല്ല സൂപ്പർ മോനിഷയുടെ ചിക്കൻ കേട്ടോ. നല്ല സൂപ്പർ കറിയായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, നെയ്പ്പത്തലിലേക്ക് ഇത് ഇങ്ങനെ ഭംഗിയിൽ വെച്ചു. മോനിഷ ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അവൾക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് അവള് കംപ്ലീറ്റ് ആക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെയായിരുന്നു അടുക്കളയിൽ. അങ്ങനെ അതാ മോനിഷയുടെ റിവ്യൂ വരുന്നു, സ്ഥിര റിവ്യൂ. അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയമായി. അപ്പോൾ എനിക്കും എല്ലാവർക്കും ഓരോ 2 വീതം വെച്ച് കറക്റ്റ് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് നെയ്പ്പത്തിരിയും ശേഷം ചോറൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടി ഏകദേശം അവസാനിപ്പിച്ചു കേട്ടോ.